ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യ സമയം ഉച്ചയ്ക്ക് 2:30-നാണ് ആ മത്സരം ആരംഭിക്കുന്നത്. വിജയത്തോടെ ഈ ടൂർണമെന്റിൽ തുടക്കം കുറിക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരിക്കും ഇന്ത്യ ടീമിനുണ്ടാവുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്ക് 3 മാച്ചുകളാണ്. ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും ന്യൂസിലാൻഡിനെതിരെയുമാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ. താരതമ്യേന ദുർബലരായ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ആദ്യ പോയിന്റ് സ്വന്തമാക്കുക എന്നാവും ഇന്ത്യയുടെ ലക്ഷ്യം. മികച്ച ബാറ്റിംഗ് നിരയാണ് ഇന്ത്യക്കുള്ളത്. എന്നാൽ ക്രിക്കറ്റ് വിദഗ്ധരെല്ലാം ഇന്ത്യൻ ബോളിംഗ് നിരയുടെ ദൗർബല്യം മാത്രമാണ് എടുത്തു പറയുന്നത്. പേസ് ബോളിംഗിന് ദൗർബല്യം. ജസ്പ്രീത് ബുംറയുടെ കുറവ് പരിഹരിക്കുക അത്ര എളുപ്പമല്ല. മുഹമ്മദ് ഷമി പരിക്കിൽ നിന്നും തിരിച്ചു വന്നതേ ഉള്ളൂ. ഹർഷദീപ് സിംഗിനും അധികം മത്സര പരിചയവും ഏകദിനത്തിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ബോളിംഗ് നിരയാവും ഇന്ത്യയുടെ പേസ് നിര. വരുൺ ചക്രവർത്തി, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ തുടങ്ങിയവർ മികച്ച സ്പിന്നർമാരാണ്. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ പിച്ച് സ്പിന്നിന് അനുകൂലമാകാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ പിച്ചിൻ്റെ സ്വഭാവവും കാലാവസ്ഥ അനുസരിച്ച് മാത്രമാവും ഫൈനൽ ടീം 11 പ്രഖ്യാപിക്കുക. വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും തമ്മിലാവും മത്സരം. വരുൺ ചക്രവർത്തി ടീമിൽ ഇടപെടിക്കാൻ സാധ്യത കൂടുതലാണ്. ഹർഷദീപ് സിംഗും ഹർഷിത് റാണയും ആവും പേസ് ബോളിംഗ് നിരയിലുണ്ടാവുക. എന്നാൽ മുഹമ്മദ് ഷമിക്ക് മത്സര പരിചയം കൂടുതലുള്ളതിനാൽ മുഹമ്മദ് ഷമി ടീമിൽ ഇടപെടിക്കാൻ സാധ്യതയും കൂടുതലാണ്. എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുകയാണ് ന്യൂസിലാൻഡ്. 60 റൺസിന്റെ അധികാര വിജയമാണ് ന്യൂസിലാൻഡ് സ്വന്തമാക്കിയത്. കാര്യമായി പൊരുതാൻ പോലും ശ്രമിക്കാതെയാണ് മുഹമ്മദ് റിസ്വാൻ നയിച്ച പാക് നിര കളി കൈവിട്ടത്. ആതിഥേയരായ പാകിസ്ഥാന് ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.